റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പാക്കേജോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് വോളോഡിമിർ സെലൻസ്കി പറയുന്നു. റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ പ്രയോജനമുള്ള പാക്കേജാണെന്നാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് പറയുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒരു മേൽക്കൈ നേടുന്നുള്ള അസ്വസ്ഥതയാണോ അതോ യുക്രൈനെ ഒതുക്കാനുള്ള പാക്കേജായി മാറുമെന്നുള്ള ഭയമാണോ? ഗുഡ് മോർണിംഗ് എസ്കെൻ. യുക്രൈൻ കോംപ്രമൈസ് ആകുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയും ബാധിക്കുമെന്നുള്ള ഒരു ഭയം, ഒരാശങ്ക അവർക്ക് ആദ്യം മുതലേ ഉണ്ട്. ഇപ്പോൾ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 28 പോയിന്റ് പീസ് പാക്കേജിന്റെ കരട് രൂപം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അത് സെലൻസ്കിക്ക് വിശദീകരിക്കുവാനായിട്ട് US ആർമി സെക്രട്ടറി ഡാനിയൽ ഡ്രിസ്കോൾ നയിക്കുന്ന ഒരു വലിയ സംഘം തന്നെ കീവിലുണ്ട്. ഈ പീസ് പാക്കേജിന്റെ ഡ്രാഫ്റ്റ് ലഭിച്ചുവെന്നും ഇതുമായി സഹകരിക്കുവാൻ തയ്യാറാണെന്നും സെലൻസ്കിയുടെ ഓഫീസും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഈ പീസ് പാക്കേജ് അനുസരിച്ച് യുക്രൈന് ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതുപോലെ ചില അത്യാധുനിക ആയുധങ്ങൾ, അവർക്ക് ഒരുപാട് ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അതൊക്കെ ചിലത് ഉപേക്ഷിക്കേണ്ടി വരും. തന്നെയുമല്ല, യുക്രൈന്റെ സൈന്യം, നിലവിലുള്ള സൈന്യം ഡൗൺ സൈസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ഇന്നലെ ചില സൂചനകൾ നൽകി റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളുമാണ് ലഭിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പീസ് പാക്കേജ് നടപ്പിലാക്കുവാൻ അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് സെലൻസ്കി പിന്നീട് ടെലിഗ്രാമിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സത്യസന്ധമായിട്ടുള്ളതും സ്പീഡിലുള്ളതുമായിട്ടുള്ള ഏത് നിർദ്ദേശവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വാഗതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സമാധാനം കൈവരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപുമായി യുക്രൈൻ പ്രസിഡന്റ് ചർച്ച ചെയ്യുമെന്ന് ഇതിന്റെ തൊട്ടു പിന്നാലെ സെലൻസ്കിയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. എസ്കെൻ, ഇന്ന് വൈറ്റ് ഹൗസിൽ പ്രസ് സെക്രട്ടറി കാരൻ ലിവിറ്റ് വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ പ്രയോജനമുള്ള പാക്കേജ് ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അതുപോലെ യുഎസിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഒരു മാസത്തോളമായി വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിച്ചു വരികയാണെന്നും അത് ഡൊണാൾഡ് ട്രംപിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്നും കാരൻ ലിവിറ്റ് പറഞ്ഞു. അതേസമയം നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ എതിർപ്പ് പ്രകടിപ്പിച്ച ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ പദ്ധതി നടപ്പിലായി കഴിയുമ്പോൾ യുക്രൈന് പറഞ്ഞതിലും കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. ഇതാണ് അവരുടെ ആശങ്ക. എസ്കെൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.